ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണിക്കുക, സ്ലോ സ്പീഡിൽ നിൽക്കണില്ല, പൊട്ടൽ സൗണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് ഓർക്കട്ടോ. അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റിൻ്റെ മെയിൻ കാരണം കാർബറേറ്ററാണ്. ഈ കാർബറേറ്ററിൻ്റെ ആണ് കംപ്ലയിൻറ്റ് കേട്ടോ. കാർബറേറ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്ത് എൻ്റെ ഈ ജെറ്റുകളൊക്കെ ജെറ്റ് ബ്ലോക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗസ് പിടിച്ചാണ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ നിലവിൽ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുമ്പോൾ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അങ്ങനെ കാണിച്ച കാർബറേറ്റർ മാറ്റേണ്ടി വരും. അതല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഈ കംപ്ലയിൻറ്റ് നമുക്ക് 100% മാറണമെന്നുണ്ടെങ്കിൽ ഈ കാർബറേറ്റർ മാറ്റി വയ്ക്കില്ല തരവുള്ളൂ കേട്ടോ. കാരണം കാർബറേറ്ററിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിച്ചേക്കുന്നത്. പിന്നെ പൊട്ടൽ സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ യൂറോ 2ൻ്റെ ആ യൂണിറ്റ് നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ ഓൾറെഡി പൊടിഞ്ഞു പോയേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്തിടാം. എയർ ഫിൽറ്റർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്റർ കൂടി ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. പ്ലഗ് ഞാൻ അഴിച്ചു നോക്കി, പുതിയ പ്ലഗ് കിടക്കണം കേട്ടോ. പിന്നെ നിലവിൽ ഇതിൻ്റെ പെട്രോൾ ടാപ്പ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂട്ടർ മോഡൽ വണ്ടികളുടെ ഫ്യൂൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ നിന്ന് പെട്രോൾ കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ശരിക്കും അതിൻ്റെ ഫംഗ്ഷൻ. ഇതിനകത്ത് ആ ടാപ്പ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് പെട്രോൾ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടോ ഫുൾ ടൈം പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പോൾ അത് മാറ്റിയിടുക കൂട്ടത്തിയുടെ അതിൻ്റെ പൈപ്പ് കാര്യങ്ങൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സപ്പിൽ ഇടാം. ഓക്കെ, അവർ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് കോൺടാക്ട് ചെയ്യണം.